Surreal Music Friends ആണ് ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ കൂട്ടം. ഫ്രണ്ട്സ്, നൻപൻ, അമീഗോ, ദോസ്ത് എന്ത് വിളിച്ചാലും അർത്ഥമൊന്നു മാത്രം. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. നമുക്കൊരു സിനിമ പിടിച്ചാലോ? മമാസ് സംവിധാനം ചെയ്ത സിനിമാ കമ്പനി എല്ലാവരും കണ്ടു കാണുമല്ലോ. കണ്ടു കാണുമല്ലോ, അതിനൊരു പ്രത്യേകത. ശരിയാണ്. എന്തിനാണ് രണ്ടിനെ വിളിക്കും? പോയി എക്സ്പോഷർ പോയി. എടാ ഞാൻ മറന്നു വേണം. അടുത്ത എപ്പിസോഡിൽ കാണാം. റോളിംഗ് ആണ്. ഒന്നുകൂടെ നടന്നു പോകണ്ടേ? നീ ലൈൻ അടിച്ചു. ഒരു മിനിറ്റ്, എനിക്ക് ഞാൻ നിന്നില്ല. ഡയറക്ടർ സന്നദ്ധ റോളിംഗ് ആക്ഷൻ. അങ്ങോട്ട് പോകെ. അവന്റെ കൈ വിട്ടുപോയി. ഡയറക്ടർ രാജേഷ് പോയി. ഓക്കെ, കിട്ടിയല്ലോ. ഫോട്ടോ എല്ലാം തെറ്റിച്ചു. എടാ ഇന്നേ ഇഷ്ടമാണോ എന്തിനാ? എടാ സിനിമയാണ്. ഒരു പൊട്ടനെ കിട്ടി. 5 പറയണ്ടെന്ന് പറഞ്ഞ വേണപ്പെടാ. ഡയലോഗ് മറന്നു പോയി. ബൗൺസ് ആണല്ലോ. നീ സംസാരിക്കണ്ട. ശരിയായാലും തെറ്റായാലും ഞാനങ്ങ് എടുക്കും കേട്ടോ. ഓക്കെ അല്ലേ? സംഭവം ഒക്കെ എല്ലാം ഓക്കെ പോലെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എന്ത് Isikhathi besisumele ulihlangane futhi sekele ukujuthana sekele ufana ekhanda sibaye esikeleni ngento ezingezi size phambili we must live our own life and follow our instincts because reality is what I want. I can't stop this life that I'm living because I do anything that I'm feeling. I can't stop this life that I'm living because I do anything that I'm feeling. സമയത്ത് വിളിക്കുമല്ലോ. ആ പറ. ഹലോ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ഒന്ന് കയറിയേ ഉള്ളൂ. എങ്ങനെയുണ്ട് സെറ്റപ്പ്? സ്ഥലമൊക്കെ കണ്ടിട്ട് ഏതാണ്ട് പുളിങ്കുമ്പത്തുള്ളതാ കേട്ടോ. എടാ കുറെ പടത്തിലൊക്കെ ഉണ്ട് സ്ഥലം കേട്ടോ. ഏത് പടത്തി? ഏത് പടമാണെന്ന് ചോദിച്ചാൽ മറ്റേ 7 സുന്ദരരാത്രികൾ, അങ്ങനെ ഏതാണ്ട് കുറേ പടത്തിലൊക്കെ ഉണ്ട്. നീ പുള്ളിക്കാരെ കണ്ടോ? ഇല്ല, ഞാൻ റിസപ്ഷനിൽ ചെന്നപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ഇവിടെ ഇരിക്കുമോ. ഓ ചളവാക്കുവാടേ. ഹലോ, വന്നിരിക്കുന്ന ആരാന്നറിയാമല്ലോ? ജീവ. പിന്നെ ഇല്ലാത്ത പേരും പറഞ്ഞ് മുങ്ങുന്നവന്മാരുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് തീരെ ടൈമില്ല. എടാ അതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ. റോണിയെ എന്തോ നിൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഇപ്പോൾ എനിക്കില്ല. ഞാൻ സ്റ്റോറി ഫുൾ പുള്ളിയെ പറഞ്ഞിട്ട് പുള്ളി ഈ ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് സമ്മതിപ്പിച്ചിട്ട് നിന്നെ കാണാൻ ഒരു വര വരും. കേട്ടല്ലോ, നിന്നെ കാണാൻ ഒരു വര വരും. ബാക്കി സംസാരമൊക്കെ അപ്പോൾ. ഇപ്പം നീ വെച്ചിട്ട് പോളേ, സംസാരിക്കാൻ വന്നിരിക്കുന്നു. പടച്ചോനെ, ഇത് സക്സസ് ആക്കി കിട്ടിയാ മതിയായിരുന്നു. முதலாளி உலகில் மற்றவன் தொழிலாளி விதியை நினைப்பவன் ஏமாளி அதை வென்று முடிப்பவன் அறிவாளி ஒருவன் முதலாளி. ഷോ ഞാൻ കാണാറുണ്ട്, കൊള്ളാം. പക്ഷേ ഈ സിനിമാ കൂട്ട് അതെനിക്കറിയില്ല. എന്താണ് ശരിക്കും നിങ്ങളുടെ ഒരു മോട്ടീവ് എന്തായിരുന്നു? ആക്ച്വലി നമ്മുടെ ഷോ തുടങ്ങിയിട്ട് ഈ വരുന്ന ജാൻ 19 ആകുമ്പം 1 വർഷമാകും. അപ്പോൾ സിനിമ കൂട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത സിനിമ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിനിമാ കൂട്ടം. കൊള്ളാം. ആക്ച്വലി നമ്മുടെ പിള്ളേർ മേക്ക് ചെയ്ത ഷോർട്ട് ഫിലിംസ് നമ്മൾ പ്ലേ ചെയ്യും. അപ്പോൾ അവർക്ക് സെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു മെയിൽ ഐ ഡി ഉണ്ട്, fcr@sunnetwork.in എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ലിങ്ക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ ചെയ്യും. അതിരിക്കട്ടെ, ജീവ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ?
ആക്ച്വലി ഇല്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ കൂടെ ഒരുത്തനില്ലേ റോണി, അവനാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഓ മറ്റേ പ്രൊഡ്യൂസറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ മറ്റേ ആ സെൽഫി വീഡിയോ എടുത്ത പയ്യാണ്. അതെ 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 അതെ. ഞാൻ ആദ്യം ഓൺലൈൻ എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പം സാറിന് കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും. നമ്മുടെ ഈ ഷോർട്ട് ഫിലിം എന്ന് പറയണത് സംഗതി ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ്. 2 പയ്യന്മാർ. ഓക്കെ, അഭിനയിക്കണ ആരാന്നറിയാം? ഞാനും ജീവയും, അല്ല പിന്നെ വേറെ ആരാ? അവരെ LKG സ്കൂളിലോട്ട് കൊണ്ടുവരിക. 2 പേരുടെയും വീട് അടുത്തടുത്ത്. 2 പേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി. ചെറുപ്പം മുതൽ അവർ ഒരുമിച്ച് പഠിക്കുന്നു, അവർ ജയിക്കുന്നു. അവർ 1ാം ക്ലാസ്സിലേക്ക് കയറി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരുമിച്ച് പഠിച്ച് ജയിച്ച്, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഒരുമിച്ച് പഠിച്ച് ജയിച്ച്. ഹലോ, ആരെൻ്റെ സ്ക്രിപ്റ്റ്? ഞാനല്ലേ? അപ്പം ഞാൻ പറയും കഥ. ഞാൻ പറയും, ഞാനല്ലേ എഴുതിയത്. 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലെത്തി. അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. ഒരാൾ ജയിച്ച്, ഒരാൾ തോറ്റു. 2 പേരും 2 വഴിക്കാവുന്നു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു. കുറേ നാൾക്ക് ശേഷം ഈ തോറ്റ ആൾ ജയിച്ചാളെ കാണാൻ വേണ്ടി വരികയാണ്. കയ്യിലൊരു പിടി അവലുമായിട്ട്. എന്തുവാന്നാ അവല് ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, നീ കേൾക്കാൻ വഴിയില്ല, ഇതെന്റെ കഥയാണ്. കേട്ടിട്ടുണ്ട്, കയ്യിലൊരു പിടി അവല്. എനിക്ക് അവല് വായിച്ചാളാ. ചിക്കൻ മതി. ഇല്ല, ചിക്കനും കഥയും തമ്മിൽ എന്താ? എടാ ഇത് മതി, ഇത് സൂപ്പർ കഥയാണ്. എങ്ങനെയുണ്ട് സാർ? 1 ലൈൻ ഉത്തരം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞാൽ പോരാ? മതി. സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഷോർട്ട് ഫിലിം കർത്താവേ, ഇവനിങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കൂടെയുള്ളവൻ എങ്ങനെയായിരിക്കും? ജീ വിളിക്കുന്നു. കേട്ടറാ, ഈ ജീവ ഒരു കാര്യം വിചാരിച്ചാ അത് വിചാരിച്ച പോലെ തന്നെ നടക്കും. ഇനി നീ ഇല്ലാണ്ട് ഒരു പടം ചെയ്യാനും എനിക്കറിയാം. സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് എത്തി നിൽക്കുന്ന പ്രൊഡ്യൂസർ ഏതാനും മിനിറ്റുകൾക്കകം അഭിനന്ദന പ്രവാഹവുമായി എൻ്റെ മുമ്പിലെത്തും. ഓക്കെ, ഇനിയും വരാത്തതെന്ത് എൻ്റെ പ്രൊഡ്യൂസർ? സ്ക്രിപ്റ്റ് ആരെഴുതിയെന്ന് പറഞ്ഞു? ഞാനും ഞാൻ ഒറ്റയ്ക്ക്. വേറെ ഒരുത്തുണ്ടായിരുന്നു, ജസ്റ്റ് കൂടി ഇരുന്ന് വന്നതേ ഉള്ളൂ. കുറേ തിരുത്തലുകളൊക്കെ വേണ്ടി വന്നു, കഷ്ടപ്പെട്ടു. ഓ, സിംഗിൾ ലൈൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്ക്രിപ്റ്റ് അല്ല തിരുത്തേണ്ടതെന്ന്. നിന്റെ തലയാണ്. ഇതിലൊരു കഥയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഇത് സിനിമയാക്കാനും കൊള്ളത്തില്ല, ഷോർട്ട് ഫിലിം ആക്കാനും കൊള്ളത്തില്ല. വേണമെങ്കിൽ സീരിയലാക്കാം, അതും എൻ്റെ കുടുംബം പണയം വെച്ചിട്ട്. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി പൊടിക്ക് തമാശയൊക്കെ പറയുന്നത്. എൻ്റെ ഷോർട്ട് ഫിലിമിൽ ഒരു റോളുണ്ട്. എണീക്കടാ, എഴുന്നേക്കടാ. ആദ്യം പോയ ഒരു 2 മിനിറ്റ് വല്ല വീഡിയോ എടുത്തിട്ട് വാ. ഇറങ്ങിയേക്കണ് ഷോർട്ട് ഫിലിം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി പാടാപ്പ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താനായിട്ട്. ങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതവേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം. നിഴനാടകമാടുകയല്ലോ ജീവിതമാകെ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിതം.